ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാൻ വിടവാങ്ങിയതിന് പിന്നാലെ ഉയരുന്ന ചോദ്യമുണ്ട്, ആരാവും പുതിയ അധ്യക്ഷൻ? പുതിയ അധ്യക്ഷനെയും മെത്രാപ്പോലിത്തയും 3 ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സഭാധ്യക്ഷൻ കെ.പി. യോഹന്നാൻ്റെ കബറടക്ക ശുശ്രൂഷ 21-ന് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തെ സെൻറ്റ് തോമസ് കത്തീഡ്രലിലാണ് നടത്തുക. ഇതിനായി സഭയിലെ എല്ലാ ബിഷപ്പുമാരും എത്തിച്ചേരും. അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് കബറടക്കത്തിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിലാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. നിലവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 17 ബിഷപ്പുമാർക്കാണ് വോട്ടവകാശമുള്ളത്. സഭാ സിനഡ് ചേർന്ന് വോട്ടെടുപ്പിലൂടെയാവും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നയാളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തെത്തുക. വോട്ടെടുപ്പ് 2 തവണ നടത്തിയിട്ടും 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ 3-ാം തവണ വോട്ടിട്ട് ഇതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാളെ സഭാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കണമെന്നാണ് നിയമം. വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും. സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തെയോഫിലോസിൻ്റെ നേതൃത്വത്തിലുള്ള 9 അംഗ സമിതിയാണ് ഇപ്പോൾ സഭാ ചുമതലകൾ നിർവഹിക്കുന്നത്. പുതിയ ബിഷപ്പ് വരുന്നതോടെ സഭയുടെ കീഴിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഈ വ്യക്തിയുടെ മേൽനോട്ടത്തിലാവും കൈകാര്യം ചെയ്യുക. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസുകളുടെ പേരിൽ 2020 നവംബറിൽ ആദായനികുതി വകുപ്പ് തുടർച്ചയായ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രതിരോധത്തിലായ ബിലീവേഴ്സ് ചർച്ച് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കെ.പി. യോഹന്നാൻ്റെ മരണവും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യവും ഉണ്ടായത്. കെ.പി. യോഹന്നാൻ്റെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ ആരെങ്കിലും കൊലപ്പെടുത്താനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ട്. മാത്രമല്ല, സഭയും അങ്ങനൊരു സംശയം ഉന്നയിക്കുന്നില്ല. കുട്ടനാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ.പി. യോഹന്നാൻ്റെ ജനനം. അരനൂറ്റാണ്ടുകൊണ്ട് അദ്ദേഹം സ്വന്തം സഭ സ്ഥാപിച്ച് വളർന്നു എന്ന് പറഞ്ഞാൽ അത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനം ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സജീവമാണ്. തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മകനായി 1950-ലാണ് യോഹന്നാൻ ജനിച്ചത്. പ്രദേശത്ത് അക്കാലത്ത് വ്യാപകമായിരുന്ന താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു കുടുംബം. കുട്ടിക്കാലത്ത് യോഹന്നാനും ആ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കൗമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷത്തിലേക്ക് തിരിഞ്ഞു. ദൈവ സന്ദേശം എത്തിക്കുന്ന ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം. 16-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതാണ് യോഹന്നാൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. W.A. ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയി. 1974-ൽ അമേരിക്കയിലെ ഡള്ളസിൽ തിയോളജി പഠനം ആരംഭിച്ചു. ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കി. നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റിക് ചർച്ചിൽ പാസ്റ്ററായും പിന്നീട് വൈദിക ജീവിതം നയിച്ചു. ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ അദ്ദേഹത്തോടൊപ്പം സേവനം അനുഷ്ഠിച്ച ഗിസല്ലയെ യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം ചെയ്തു. ഇതും യോഹന്നാൻ്റെ ജീവിതത്തിൽ നിർണായകമായി. തുടർന്ന് അങ്ങോട്ട് സഭാപ്രവർത്തനങ്ങളിലെല്ലാം താങ്ങായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. 1978-ലാണ് ഭാര്യയുമായി ചേർന്ന് ടെക്സസിൽ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചത്.